വെൽക്കം ടു സെൻട്രൽ ട്രാവൻകൂർ കിച്ചൺ. ഇനി അവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പഴുത്ത മാങ്ങ പുളിശ്ശേരിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പഴുത്ത മാങ്ങ 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്ത് നമുക്ക് മാങ്ങ വേവിക്കണം. ഇനി കടുക് വറുക്കാൻ വേണ്ട സാധനങ്ങൾ: കടുക് 2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, വറ്റൽമുളക് 2 എണ്ണം, ചുവന്നുള്ളി 2 എണ്ണം, മോര് 1 കപ്പ്. ഇനി അരപ്പരയ്ക്കാൻ വേണ്ട ചേരുവകൾ: തേങ്ങ 1/4 കപ്പ്, ജീരകം 2 ടീസ്പൂൺ, ചുവന്നുള്ളി 3, വെളുത്തുള്ളി 2 എണ്ണം, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 മാങ്ങ, ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇവ ചേർത്ത് മാങ്ങ ഒരു 1/4 ഭാഗം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. നമുക്ക് മിക്സിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇവ ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി അരച്ച് വെക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരങ്ങി കിട്ടണം. ഏകദേശം ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരങ്ങി കിട്ടണം. ഇപ്പം മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഈ സമയം നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മോരുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുക് വറുക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില, വറ്റൽമുളക്, ചുവന്നുള്ളി ഇവയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റണം. അതിനുശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലിടുക. ഇതുപോലെയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ മറ്റ് റെസിപ്പികൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് റെസിപ്പി.